ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാനിന്ന് ഉണ്ടാക്കിയ യമണ്ടൻ പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ പുറത്ത് നിന്നിട്ടാണ് വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത്. അത് കാരണം കൊണ്ടാണ് കാക്കയുടെ വല്ലാണ്ട് ശല്യം കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മളിതിൽ വളരെ ചെറിയൊരു പൊതിച്ചോറാണ്, റേഷനരി ഉപയോഗിച്ച് വെച്ചിട്ടുള്ള ചോറ്. ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, അത് കാരണം കൊണ്ടാണ് അപ്ലോഡ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഉണ്ടാക്കി പകുതിയായപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട ഓർമ്മ. അപ്പോൾ അത് കാരണം ഫസ്റ്റ് മുതലേ ഉള്ളത് കിട്ടിയിട്ടില്ല, എങ്കിലും കിട്ടിയത് വെച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല് നല്ല സിലോപ്പി പൊരിച്ചത്, പയറുപ്പേരി, മീൻ കറി ഇപ്പോൾ കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ, കാരണം ആരും ഇല്ല, നമ്മൾ മാത്രമേ. നമ്മളൊരു പൊരിച്ചോറ് നല്ല റേഷനരി ഇട്ടിട്ട് ചോറും വെച്ച് നമ്മളവിടെ ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് വേണ്ടി ഉള്ളിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറ്റിപ്പയറായിട്ടാണ് ഉപ്പേരി വെച്ചത്. അത് നമുക്കറിയാമല്ലോ, ഫുള്ള് തൊലിക്കാനുണ്ടാവുള്ളൂ. ആകെ കുറേ ടൈം അതിന് വേസ്റ്റായി. ഇത് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഇതിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ പപ്പായ എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്നുള്ളതൊന്ന് കമൻ്റ് ആക്കണേ. ചെറുതായിട്ട് ചനച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം അതിൻ്റെ ഒരു മുകളിലൊരു ഫ്രൂട്ട്സ് എന്നാലൊക്കെ കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. നോൺ സ്റ്റിക്ക് ചട്ടിൻ്റെ അടിയിലുള്ള ബ്ലാക്കൊക്കെ ഇളക്കൽ തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം തോന്നുന്നു മീൻ പൊരിച്ചത് കിട്ടാണ്ട്. അതൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ പൊരിച്ചാലൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടാറുണ്ട്. അപ്പുറത്ത് പയറുപ്പേരി. അയ്യോ, ബാങ്ക് കൊടുക്കുന്നുണ്ടേ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമ്മൾ ഓംലെറ്റാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓർക്ക് വെച്ചിട്ടാക്കിയ പെട്ടെന്ന് കലങ്ങും. നമ്മുടെ മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട് ഏകദേശം. അപ്പം നമുക്കിത് ഇറക്കി വെച്ചിട്ട് മുട്ട കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് കയറ്റി വെക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ ഇങ്ങനെ തൂക്കി കൊടുക്കാം. മഞ്ഞ് കാരണം തണുപ്പ് കാരണം എണ്ണയൊക്കെ കട്ട പിടിച്ചിട്ട് വെള്ളം കുറച്ച് ബുദ്ധിമുട്ട്. ഇടയിൽ നമ്മളിങ്ങനെ ഉപ്പേരിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പേരി നല്ലതുപോലെ ഇളക്കി. ആ കുറ്റിപ്പയർ കാരണം എന്നാലും കുറേ നേരം ഇട്ട് വേവിച്ചാലും ഒരു വേവാത്ത പോലെയൊക്കെ തന്നെ ഉണ്ടാവും. നല്ല നാടൻ പയറാണ്, നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും കഴിക്കാൻ. ഇത് നമുക്കൊരു ഓംലേറ്റ് കളർ സെറ്റാക്കിയത് ഒഴിച്ചു കൊടുക്കാം. അയ്യോ, ചട്ടി ചൂടാവാൻ ഓംലേറ്റ് മുഴുവൻ തോന്നുന്നു. നമ്മൾ നേരത്തെ മുട്ട പൊരിക്കാൻ വെച്ചില്ലേ, അത് ചട്ടി ചൂടാവാതെ അങ്ങനെ ഒഴിച്ച് പെട്ടെന്ന്. അത് കാരണം നമ്മൾ കൊത്തിപ്പേരി വരെ പോലെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും സെർവ് ചെയ്യാൻ എളുപ്പമായാലും. അടുത്തതായിട്ട് നമ്മൾ ഇല പൊട്ടിക്കാൻ പോവാണ്. നല്ല ഇല കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല പാടാണ്. ഒക്കെ കീറി മുറിഞ്ഞിട്ട് കാറ്റായത് കാരണം ഒക്കെ കീറി മുറിഞ്ഞിട്ടാണ് നിൽക്കുന്നത്.
ഇതാണ് നമ്മുടെ വാഴ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കഴുകിയെടുത്ത ഇലയിലേക്ക് ഒന്ന് വാട്ടിയെടുക്കാൻ പോവാണ് നമ്മുടെ പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ട്. ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നമ്മൾ വേലയൊക്കെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. എൻ്റെ പീസ് പോയിട്ടോ, പൊതിച്ചോറിൽ എൻ്റെ പീസ് പോയി. അങ്ങനെ നമ്മളെല്ലാ ഇലകളും നല്ലതുപോലെ വാട്ടിയെടുക്കുകയാണ്. നല്ല തൂമ്പല്ലേ കേട്ടോ, അത് കാരണം പൊരിയാനൊക്കെ നല്ല എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കും. എന്നാലും വെറും വാഴൻ്റെ ഇലയിൽ മാത്രം പൊരി കെട്ടി വെക്കുന്ന ഒരു പൊതിച്ചോറാണ്. കാരണം ഇവിടെ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ല, അത് കാരണം കൊണ്ട്. അയ്യോ, ഇതിൻ്റെ തലപ്പൊന്ന് കട്ട് ചെയ്യണമല്ലേ. ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയത് കാരണം എല്ലാവർക്കും ജലദോഷം കഫക്കെട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഞാനിപ്പോൾ 3-4 ദിവസമായിട്ട് അതിൻ്റെ പിന്നാലെയാണ് ഉള്ളത്. എന്നാലും കഴിക്കാനൊരു കൊതി. അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇലയൊക്കെ നല്ല ഇല കേട്ടോ. അപ്പോൾ നമ്മൾ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് നമ്മുടെ ഇല സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ചോറിട്ട് കൊടുക്കാം. ഇതൊരു പാവപ്പെട്ട പൊതിച്ചോറായതുകൊണ്ട് റേഷനരി കൊണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു കുഞ്ഞു പൊതിച്ചോറും കൂടി ഉണ്ട്, കുഞ്ഞു മോൾക്ക് വേണ്ടിയിട്ടാ. ഇത് കുറച്ച് വലിയ പൊതിച്ചോറാണ്. ചമ്മന്തി നല്ല തേങ്ങ നാളികേര ചമ്മന്തി കേട്ടോ. കളറ് കുറച്ച് കുറവാണ്, കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നേ ചെറിയൊരു തേങ്ങ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. കുട്ടികൾക്കൊന്നും വെച്ച് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, അവർ കഴിക്കൊന്നുമില്ല. എന്നാലും പൊതിച്ചോറിൻ്റെ ഒരു രീതിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നു മാത്രം. ഒരു സന്തോഷമല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇല്ലല്ലേ? ഇത് നമുക്ക് ഓംലേറ്റ് ആണ്. ഓംലേറ്റ് കൊത്തുപ്പേര് പോലെ ആക്കിയതാണ്. കാരണം 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കാരണം പിന്നെ കുട്ടികളൊക്കെ വല്ലാണ്ട് കഴിക്കൂല. അപ്പം അത് കാരണം ഒക്കെ പൊതിച്ചോറിൻ്റെ ഒരു താല്പര്യം കൊണ്ട് ചെയ്തത് മാത്രം. അടുത്തുകൊണ്ട് കാണിക്കില്ല. ഓംലേറ്റിൽ നമുക്ക് അധികം ഇഷ്ടമുള്ള ഈ പച്ചമുളക് കേട്ടോ.
ഒരു പീസ് മീനും കൂടി വെച്ചെടുക്കുക ഒരു ഭംഗിക്ക്. അടുത്തതായി നമ്മൾ ഉപ്പേരിയാണ് വെച്ചെടുക്കാൻ പോകുന്നത്. നല്ല കുറ്റിപ്പയർ ഉപ്പേരി കിട്ടും, നല്ല നാടൻ പയറുപ്പേരി. നമ്മുടെ നെയ്ബർ നമുക്ക് കൊണ്ടുവന്നതാണ്. പൊട്ടിച്ചുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെറുതെ കിട്ടുകയും ചെയ്യും. നമ്മുടെ മെയിനായിട്ടുള്ള താരാണ് കറി. കണ്ടോ, നല്ല കുറുകിയിട്ട് വെച്ച കറിയാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് നമ്മൾ കുറുക്കി വെച്ചതാണ്. തൽക്കാലം ഇപ്പോൾ കുറേശ്ശെ എടുക്കും. നമ്മളെ പൊതിച്ചോറ് പൊതിയാണ്. അങ്ങനെ ഓരോന്നായിട്ട് പൊതിഞ്ഞ് വെക്കുകയാണ് ചെയ്യുക. അയ്യോ, കുഞ്ഞു പൊതിയൊക്കെ പൊതിയാൻ നല്ല ബുദ്ധിമുട്ടോ. എല്ലാവരും കഴിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ വിചാരിച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വെക്കണേ. നമ്മൾ കഴിച്ച് സന്തോഷിക്കുമ്പോൾ കൂടെ ഉള്ളവരും കഴിച്ച് സന്തോഷിക്കുക, അതൊരു രസമുള്ള കാര്യമില്ല. അത് കാരണം കുഞ്ഞു മക്കളായതുകൊണ്ട് ചെറിയ പൊതിയ കയറിയായാലും അവരെ പറ്റിക്കാൻ എളുപ്പമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ 5 പൊതിച്ചോറ് ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. മറ്റേത് കുറച്ച് വലിയ തണ്ടായതുകൊണ്ട് മറ്റേ കെട്ടി വെക്കാൻ ബുദ്ധിമുട്ടാണ്. അത് തൽക്കാലം പഴം മുകളിൽ കയറ്റി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അത് കണ്ടു. ഭക്ഷണത്തിന് ശേഷം ദഹിക്കാൻ വേണ്ടി കഴിക്കാൻ പഴമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പൊതിച്ചോറ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ക്ലീനാക്കിയിട്ടിട്ട് കിച്ചൺ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് പോയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വരാം. കണ്ടോ, അവിടെ കുട്ടീസ് അവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട്. അത് കണ്ടോ, നമ്മളൊരു സൈഡ് ക്ലീൻ ചെയ്ത് വരുമ്പോൾ മറ്റേ സൈഡിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഇത് നമ്മളെ അടുത്ത് വീട് കണ്ടോ, നല്ല വ്യൂ ആണ്. വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഭംഗി ആസ്വദിച്ചിരിക്കാം. രാവിലെയൊക്കെ ഇവിടെ ഇരുന്നാൽ നല്ല ഭംഗിയൊക്കെ കാണാം. ആകാശം മുട്ടേ കാണാൻ പറ്റും. ഇതല്ല നമ്മുടെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഗൈസ്, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് വന്ന് നമ്മുടെ പൊതിച്ചോറ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 1 hour കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വാഴന്തിലേക്ക് തുറക്കുമ്പോഴത്തേനില്ലേ എന്താ സ്മെല്ല് ചിട്ടാ. ആ സ്മെല്ലുണ്ട് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് ഉഷാറായിട്ട് വേഗം വാരി കഴിക്കാനാണ് തോന്നുന്നത്. എല്ലാം കൂടി അങ്ങോട്ട് മിങ്കിളായിട്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ കഴിക്കാമെന്ന് വെച്ചാൽ കുറച്ച് ചോറ്, അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തി, പയറുപ്പേരി, ഓംപ്ലേറ്റ് ഒന്നും പൊട്ടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, ഒക്കെ പൊട്ടിപ്പിടിഞ്ഞിട്ട്. പിന്നെ മീനും ഒക്കെ കൂടി വെച്ചിട്ട് നമ്മൾ കറിയും ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ട് കണ്ടു ഗൈസ്. ഒന്നും പറയാനില്ല, അടിപൊളിയായി. ഞാനിതൊന്ന് ഫിനിഷ് ആക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ പൊതിച്ചോറ് പോയ വഴി തന്നെ അറിയില്ല. അല്ലെങ്കിൽ ചോറിട്ട് ഉരുട്ടിയിട്ടിരിക്കണതാണ്. വേഗം പൊതിച്ചോറുണ്ടാക്കിയ പിന്നെ മെയിനായിട്ട് നമുക്ക് പാത്രം കഴുകണ്ട. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യുക. പാത്രം കഴുകാതെ നമുക്കിങ്ങനെ വിരിച്ചങ്ങോട്ട് എറിഞ്ഞാൽ മതി. ബാക്കി വന്ന് കാക്കി പട്ടി പൂച്ച ഒക്കെ നോക്കിക്കോളും. പൊതിച്ചോറ് വെട്ടാൻ പോയപ്പോൾ കണ്ടില്ലേ വാഴ, അതുമെന്ന് കിട്ടിയ പഴമാണ് കേട്ടോ.
ഇത് കണ്ടോ, ഭക്ഷണത്തിന് ശേഷം ഒരു പഴം നമുക്ക് തിന്നുന്ന ഇതിപ്പോൾ ഭക്ഷണം എന്താണെങ്കിലും നമുക്ക് പഴം മസ്റ്റാണ്, പഴം മസ്റ്റ്.